ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദ സീരീസ് ഓഫ് നാട്ടുവർത്താനം. ദിസ് ഈസ് അമ്മാളു ഫ്രം ലൈഫ് ഓഫ് എൽ. സോ കുറേ ദിവസമായി നമ്മൾ വോയിസ് ഓവറൊക്കെ കൊടുത്തൊരു വീഡിയോ ഒക്കെ ഇട്ട് നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ടായിരുന്നു കേട്ടോ അത്. സോ നമുക്ക് ഇന്നോട്ട് കണ്ടിന്യൂ ചെയ്യാം. ഡെയിലി നമുക്ക് വീഡിയോസ് വരുന്നതായിരിക്കും. നാട്ടുവർത്താനം സീരീസ് തന്നെയായിരിക്കും നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടാവുക. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന സ്ഥലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലിക്കൽ എന്ന് പറയുന്ന സ്ഥലമാണ്. എൻ്റെ ഫാമിലിയുടെ കൂടെ കസിൻസിൻ്റെ കൂടെ ഒരു ട്രിപ്പ് എനിക്ക് ഓർമ്മ വെച്ചതിൽ പിന്നെ കസിൻസ് മാത്രമായിട്ട് ഞങ്ങൾ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നായിരുന്നു ഇല്ലിക്കക്കല്ല്. സോ ഇല്ലിക്കക്കല്ലിൻ്റെ പ്രത്യേകതകൾ എന്താണ്, എങ്ങനെയാണ് ഇല്ലിക്കക്കല്ലിന് ആ പേര് വന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ടയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇല്ലിക്കൽ എന്ന് പറയുന്നത്. ഈ പേര് വന്നതിന് പിന്നിൽ പറയുന്നത് ഇല്ലി എന്ന് പറയുന്ന ഒരു തരം മുള ബാമ്പു ധാരാളമായി ഈ പ്രദേശങ്ങളിലും മലനിരകളിലും ഇവിടുത്തെ മലനിരകളിലും വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇല്ലികൾ നിറഞ്ഞ കാടുള്ളത് കൊണ്ട് തന്നെ ആ മലയായതുകൊണ്ട് തന്നെ ഇതിന് ഇല്ലിക്കൽ എന്ന് പേരിട്ടു. പിന്നെ ഈ കല്ലെന്ന് വന്നിട്ടുള്ളത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 4000 അടി മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഈ ഇല്ലിക്കൽ എന്ന് പറയുന്ന മലയുടെ മുകളിൽ ഭീമാകാരമായിട്ടുള്ള 3 പാറകളാണുള്ളത്. സോ ഈ പാറയും ഇതൂടെ ചേർന്നത് കൊണ്ട് തന്നെ ഇല്ലി മുളകൾ നിറഞ്ഞ മലമുകളിലെ ഭീമൻ പാറക്കൂട്ടമായതുകൊണ്ടാണ് ഇല്ലിക്കക്കല്ല് എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ട് അവിടെ വന്നിട്ടുള്ളത്. ഇനിയും ഏതൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട 3 പാറകളെന്ന് നമുക്ക് നോക്കാം. കൂടക്കല്ല്, കൂനൻകല്ല്, നരകപ്പാലം, ഇങ്ങനെ പറയുന്ന 3 കല്ലുകളാണ് കേട്ടോ. കൂടക്കല്ല് കുടയുടെ ആകൃതിയിലുള്ള വലിയ പാറയാണ്. ഇതിന് താഴെയായി ഔഷധ സസ്യങ്ങൾ വളരുന്ന ഒരു ഗുഹയുണ്ടെന്നാണ് വിശ്വാസം. പിന്നുള്ളത് രണ്ടാമത്തേത് കൂനൻകല്ലാണ്. കൂനി നിൽക്കുന്ന മനുഷ്യൻ്റെ ആകൃതിയിലുള്ള രണ്ടാമത്തെ പാറയാണ് കൂനൻകല്ല്. മൂന്നാമത്തേത് നരകപ്പാലമാണ്. കൂടക്കല്ലിനെയും കൂനൻകല്ലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 1/2 അടി മാത്രം വീതിയുള്ള അപകടം പിടിച്ച ഒരു പ്രകൃതിദത്ത പാറപ്പാലമാണിത്. സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ സഞ്ചാരികൾക്ക് നരകപ്പാലത്തിൽ കൂടെ നടക്കാനായിട്ട് സാധിക്കത്തില്ല. ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ നീലക്കൊടുവേലി ഇവിടെ മാത്രമാണ് കാണപ്പെടുന്നത് എന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അറബിക്കടലിൻ്റെ വിദൂര ദൃശ്യങ്ങളും സൂര്യാസ്തമയവും കോടമഞ്ഞും ഒക്കെ നമുക്ക് ഒന്നിച്ച് ആസ്വദിക്കാനായിട്ട് പറ്റും. ഇത്രയാണ് ഇല്ലിക്കക്കല്ലിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. ഇതുപോലെ ഞാൻ പോയിട്ടുള്ള വേറൊരു സ്ഥലത്തിൻ്റെ പേരിന് പിന്നിലുള്ള കഥയായിട്ട് നമുക്ക് നാളെ ഇത് കണ്ടിന്യൂ ചെയ്യാം. ഇതുപോലെ ഏതെങ്കിലും സ്ഥലത്തിൻ്റെ ചരിത്രപരമായിട്ടുള്ള പേര് ലഭിച്ചത് എങ്ങനെയാണ്, അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്ന സ്ഥലത്തിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് വീഡിയോസായിട്ട് ചെയ്യാം. സോ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ബൈ.